ഇന്നലെ പ്രഭാതത്തിൽ 119 സങ്കീർത്തനത്തിന്റെ 49 വാക്യം നമ്മൾ വായിച്ചല്ലോ. അത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മറ്റൊരു ചിന്തയും കൂടെ നിങ്ങളോട് പറയണമെന്ന് ഒരു ആത്മപ്രേരണ തോന്നി. അതും കൂടെ പറയട്ടെ. പ്രാർത്ഥനയോടെ കേൾക്കണേ. കേട്ടാൽ മാത്രം പോരാ, ഒരു 10 പേർക്കെങ്കിലും ഷെയർ ചെയ്യണേ. വാക്യം 49. ദൈവമേ, അങ്ങ് എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. അത് ഇച്ചിരൂടെ ലളിതമായ തർജ്ജിമ. എനിക്ക് പ്രത്യാശ നൽകുവാൻ കാരണമായ അടിയനോടുള്ള അങ്ങയുടെ വചനത്തെ ഓർക്കണമേ. എനിക്ക് പ്രത്യാശ നൽകുവാൻ കാരണമായ അടിയനോടുള്ള അങ്ങയുടെ വചനത്തെ ഓർക്കണമേ. സ്തോത്രം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ എഴുതി വെക്കാം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റുക, വാക്യ ബോർഡൊക്കെ ഒന്ന് മാറ്റുക. എനിക്ക് പ്രത്യാശ നൽകുവാൻ കാരണമായ അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. എനിക്ക് പ്രത്യാശ നൽകുവാൻ കാരണമായ എന്നോടുള്ള അങ്ങയുടെ വചനത്തെ ഓർക്കണമേ. ഇംഗ്ലീഷ്. റിമെമ്പർ വാട്ട് യു ഹാവ് സെഡ് ടു മീ. യു ഹാവ് ഗിവൺ മീ ഹോപ്പ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പ്രത്യാശ എന്താണ്? നമ്മളിപ്പോൾ ഈ ആടിനെയൊക്കെ വളർത്തുന്നു, പശുവിനെ വളർത്തുന്നു, കാളയെ വളർത്തുന്നു, കോഴിയെ വളർത്തുന്നു, പന്നിയെ വളർത്തുന്നു. ഭയങ്കര സ്നേഹമൊക്കെ അല്ലേ മൃഗങ്ങൾക്ക്? കോഴിയാണെങ്കിലും എന്തൊരു എഫെക്ഷനാണ്. പിന്നെ എല്ലാം അല്ലേ? ഇതുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഹോപ്പ് എന്തുവാ? രുചികരമായ ഭക്ഷണം, വലിയ കുഴപ്പമില്ലാതെ ഒരു കംഫർട്ടായിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടക്കുക, ഇരിക്കുക, വിശ്രമിക്കുക അല്ലേ? ഇതിനകത്ത് ഈ ആടിനെയും പോത്തിനെയും പന്നിയും എല്ലാം എന്തു ചെയ്യും? കുറച്ച് കഴിയുമ്പം അത്യധികമായ ഹോപ്പ് എന്നാ? കശാപ്പശാലയിലോട്ട് കൊടുക്കുക. ഞങ്ങൾ പാസ്റ്റർമാർ അങ്ങനെ ആകാൻ പാടുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇതല്ലേ ഫൈനൽ ഡെസ്റ്റിനേഷൻ? ഇതല്ലേ ഫൈനൽ ഹോപ്പ്? അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഭൂമിയിൽ നന്മ ഞങ്ങൾ സ്വീകരിക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ സെമിത്തേരിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വഞ്ചനയാണ്. സ്തേഫാനോസ് മരിക്കുമ്പോൾ എന്താ കണ്ടത്? കല്ലേറ് വന്ന് തലയെ പൊട്ടിക്കുമ്പോൾ അകത്തെ കണ്ണു തുറന്നു അല്ലേ? തല പൊട്ടുമ്പോ ഈ കണ്ണ് പോയി, പക്ഷെ അകത്തെ കണ്ണ് തുറന്നു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, പുത്രൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ഇത് സത്യമാണോ? അല്ലെങ്കിൽ ദയവ് ചെയ്ത് ബൈബിൾ പ്രഭാഷണം നിർത്തണം. ബൈബിൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിനെ കൂടുതൽ വിപുലമാക്കാനുള്ള പുസ്തകമല്ലിത്. ഈ ഭൂമിയിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ അപമാനങ്ങളോ നിന്ദയോ പീഡയോ വരട്ടെ, വരാതിരിക്കട്ടെ. സമൃദ്ധിയും നന്മയും സന്തോഷവും ആരോഗ്യവും വരട്ടെ, വരാതിരിക്കട്ടെ. എൻ്റെ പ്രത്യാശ ഇതിനും അപ്പുറമാണ്. അതെ, ചിന്തിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും അപ്പുറത്താണ് ക്രിസ്തീയ പ്രത്യാശ. ഇത് നിങ്ങളുടെ അകത്ത് ഇന്ന് രാവിലെ ഒന്നുകൂടെ ആഴ്ത്തി എഴുതാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ഇപ്പൊ നമ്മൾ കർത്താവിനോട് പറയേണ്ടത് എന്താ? നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയല്ലോ. എനിക്ക് പ്രത്യാശ നൽകുവാൻ കാരണമായ നിന്റെ വചനത്തെ ഓർക്കണമേ.
എനിക്ക് പ്രത്യാശ നൽകുവാൻ കാരണമായ നിന്റെ വചനം, അത് നീ മടങ്ങി വരുമെന്നുള്ള വചനമാണ്. അത് ഓർക്കണമേ കർത്താവേ, അത് ഓർക്കണമേ കർത്താവേ. ആമേൻ. ഗാഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.